ഹലോ, അപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ഒരു ചക്ക വിഭവമായാലോ. അപ്പോൾ ഇന്ന് ചക്കപ്പൊരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മിക്കവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് ചക്കപ്പൊരി. നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കപ്പൊരിയുടെ. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് ആരും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീസൺ ആയതുകൊണ്ട് ചക്കയ്ക്ക് ക്ഷാമമൊന്നും ഉണ്ടാവില്ല നാട്ടിലുള്ളവർക്ക് അല്ലേ. അപ്പോൾ ഞാനിവിടെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത ചക്കയാണ് ആവശ്യം. ഇനി ഇതിൻ്റെ കുരും ചവണിയും കളഞ്ഞ് രണ്ടായി കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ, രണ്ടായി കട്ട് ചെയ്യുക. ഏറ്റവും ചെറുതാക്കരുത്, രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. കണ്ട, ഇനി എന്ത് ചെയ്യണം, ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. നമ്മൾ പഴംപൊരിയൊക്കെ ഇല്ലേ, ആ ഒരു ബാറ്റർ തന്നെയാണ് നമ്മൾ ഇതിലേക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ചക്ക അധികം പഴുത്തെടുക്കരുത്, ഒരു മീഡിയം പഴുപ്പായിട്ട് നല്ല മധുരം ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോരുത്, അങ്ങനത്തെ എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം മൈദ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് മൈദയാണ് നമ്മൾ ഈ ഒരു 15 ചക്കച്ചോളയാണ് എടുത്തിരിക്കുന്നത്, അതിനാവശ്യത്തിന് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര. മഴ പെയ്ത് ചക്ക വെള്ളം കയറിയത് കൊണ്ട് മധുരം ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ആ പഞ്ചസാര ഒഴിവാക്കിക്കോളൂ കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലാം ഒന്ന് മിക്സാക്കി ഇതുപോലെ അങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം, ഈ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. പഴംപൊരിയുടെ സെയിം അതേ ബാറ്ററിൻ്റെ പരുവം തന്നെയാണ് ഇതിനും ആവശ്യം. അപ്പം അധികം വെള്ളമാക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കറക്റ്റ് പരുവത്തിനാക്കി എടുക്കുക. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ഇതാണ് പാകം. ഇനി എന്ത് ചെയ്യണം, ഇതിനെ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനോ കടായോ ഒക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാറ്ററിൽ ഇങ്ങനെ ഒന്ന് മുക്കുക. ഇതിലേക്ക് എണ്ണ ചൂടാവുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ മുക്കി പൊരിക്കാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. പിന്നെ ഈ പഴംപൊരി നല്ല സ്റ്റിഫായിട്ടൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഇരിക്കില്ല. ഇത് കുറച്ചൊന്ന് നനവം മട്ടെന്ന് പറയും, അങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. വെറുതെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്